ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ചില അസ്ട്രോളജേഴ്സ് പറയാറുണ്ട്, നിങ്ങൾ ബിസിനസ് ചെയ്താൽ പൊട്ടിപ്പോവുമെന്ന്. പ്രത്യേകിച്ച് ചില ലഗ്നക്കാരെ പറ്റിയാണ് അങ്ങനെ പറയുന്നത്. ഇന്ന് അങ്ങനെയുള്ള ഒരു ലഗ്നം നമ്മൾ നോക്കുന്നുണ്ട്. ഈ ലഗ്നത്തിൽ ജനിച്ചവരെ ബിസിനസ് ചെയ്താൽ സൂക്ഷിക്കണമെന്ന് ചില അസ്ട്രോളജേഴ്സ് പറയുന്നുണ്ട്. എന്താ അല്ലേ, നമുക്ക് നോക്കാം. മൊത്തം ഹിൻഡായി പോയി, കുഴപ്പമില്ല, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. പകുതിയോളം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ പ്രമാണങ്ങൾ സഹിതം നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ്. പകുതിയോളം വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ വളരെ ലോജിക്കായിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടതാണ്. നിങ്ങൾ ലൈവ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ കർമ്മ അസ്ട്രോളജി ഫുള്ള്, ജാമക്കോൾ പ്രശ്നം, പ്രശ്നരീതികൾ, പരാപര രഹസ്യം, പിറപ്പ് രഹസ്യം, ഇതൊക്കെ നമ്മൾ ഫുൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അത് ലോക്കാക്കടയ്ക്ക് മുമ്പ് ആവശ്യമുണ്ടെങ്കിൽ പോയി കാണുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താ? ചില ജ്യോത്സ്യർ പറയുന്നു, സം അസ്ട്രോളജേഴ്സ്, നോട്ട് ഓൾ അസ്ട്രോളജേഴ്സ്, സം അസ്ട്രോളജേഴ്സ് ടെൽ ദാറ്റ് സം ലഗ്നാസ് ആർ നോട്ട് suitable for doing business. ഇത് ചിലവർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇത് ആരാണ് പറയണതെന്ന് പറഞ്ഞാൽ, സം അസ്ട്രോളജേഴ്സ് ഹു ആർ ഡീലിംഗ് വിത്ത് DNA ഓർ മ്യൂട്ടേഷൻ തിയറീസ്. DNA-യിൽ നിന്ന് വന്നിട്ടുള്ള തിയറികളോ DNA-യോ കൈകാര്യം ചെയ്യുന്ന അസ്ട്രോളജേഴ്സ് ആണ് പറയുന്നത് ഈ കാര്യം. ഏത് ലഗ്നം? മെയിൻലി അത് ഏത് ലഗ്നം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കർക്കിടക ലഗ്നം ആണ് നിങ്ങളുടെ ലഗ്നമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ യു ടു ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് DNA ഓർ മ്യൂട്ടേഷൻ തിയറീസ് ആണ്. കാരണം എന്താ? അതിന്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ, ആ ലോജിക്ക് കാലപുരുഷ തത്വത്തിലുള്ള ലോജിക്ക് തന്നെ. ഇവരുടെ 10ാം ഭാവം 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ ഈ 10ാം ഭാവം എന്ന് പറയുന്നത് മേഷരാശിയാണ്. 10ാം ഭാവമാണല്ലോ ബിസിനസിനെ കാണിക്കണ. 10th ഹൗസ് ആണല്ലോ ബിസിനസ്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ 10th ഹൗസ് പവർഫുൾ ആയിരിക്കണം. അപ്പൊ അതിന്റെ ലോഡ്, അതായത് ചൊവ്വ പവർഫുൾ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇവിടെ ജസ്റ്റ് ഇത് മാത്രം വെച്ചിട്ട് പറയാൻ കാര്യം, 10ാം ഭാവം മേഷമായി വന്ന മേഷത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മേഷം ഒരാളുടെ ഏത് ഭാവമായിട്ട് വരുന്നുവോ ആ ഭാവം, വിച്ച് ഹൗസ്, ദാറ്റ് ഹൗസ്, ഏത് ഭാവമായിട്ട്. ഇപ്പൊ ഇതിന് 10ാം ഭാവമായിട്ട് വന്നു, അതുകൊണ്ട് 10ാം ഭാവം 10th ഹൗസ്. അയാൾ മേഷം ഈസ് നോട്ട് ബെനിഫിഷ്യൽ എന്ന് പറയണം. നോട്ട് ബെനിഫിഷ്യൽ ഫോർ ദി പേഴ്സൺ. അപ്പൊ 10ാം ഭാവം ആയി വരുന്നത് കൊണ്ട് നോട്ട് ബെനിഫിഷ്യൽ ടു ഡു ബിസിനസ് എന്ന് പറയുന്ന, ഇദ്ദേഹത്തിന്റെ 10ാം ഭാവം ആയതുകൊണ്ട് ഇദ്ദേഹം ബിസിനസ് ചെയ്താൽ നോട്ട് ബെനിഫിഷ്യൽ ഫോർ ഹിം ബട്ട് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ അതേഴ്സ്. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാ, മറ്റുള്ള ആളുകൾക്ക് ഗുണപ്രദമായിരിക്കും. പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ബി വെരി കെയർഫുൾ. there is a chance of cheating. Not cheating you,
but you will have to be faced the cheating from others, even from the partners. അപ്പൊ നിങ്ങൾ ഒതുക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ മേഷരാശിയുടെ ഒരു ഫലമാണത്. സ്വന്തം ആളുകൾക്ക് അല്ലെങ്കിൽ തനിക്ക് തന്നെ ഗുണപ്പെടാത്തത് എന്ന് പറയുന്ന അവസ്ഥ. പയൻപെടാത്ത ഭാവം എന്ന് പറയും തമിഴിൽ പറഞ്ഞ. അപ്പൊ പയൻപെടാത്തത് DNA ആൻഡ് മ്യൂട്ടേഷൻ തിയറീസ് ആണ് ഇത് പറയുന്നത്. ആക്ച്വലി ഇത് മറ്റുള്ളവർക്കും പറഞ്ഞെന്ന് വെച്ചാൽ കുഴപ്പമില്ല. കാരണം ഇത് ഫസ്റ്റ് ഹൗസ് ആണ്. അല്ല, നാദം ചൊവ്വയാണ്. അതിന്റെ ദ്രേക്കാണം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഈ 3 ദ്രേക്കാണവും എടുത്തുചാട്ടമുള്ള, വീര്യം കൂടുതലുള്ള, പ്രത്യേകിച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സ്വഭാവത്തോടു കൂടിയതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ദ്രേക്കാണം. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ DNA അസ്ട്രോളജിയിൽ ആയിരിക്കണം മേ ബി തനിക്ക് പയൻപെടാത്തത് എന്നുള്ളത്, ചൊവ്വയായതുകൊണ്ടും. മറ്റുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യും, മറ്റുള്ളവരെ പാതുകാപ്പ്. വിൽ ബി ബെനിഫിഷ്യൽ ഫോർ അതേഴ്സ്, നോട്ട് ബി ourselves. But if you understand this feature, you can that much careful and keen while doing business. If you have to do business, or if you are already in a business, then you cannot withdraw from that. At that situation, just be careful. That is the indications that give കടകലഗ്ന. കടകലഗ്നത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ ചന്ദ്രനാണ് ലഗ്നാധിപൻ. സോ ദീസ് പേഴ്സൺസ് ഹാവ് ടു ബി ടേക്ക് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കേണ്ടവരും. വിൽ ബി ഹാവിംഗ് ഫ്ലെക്സിബിൾ മൈൻഡ്, kind mentality, and he might be that much benevolent, which could not be beneficial for one person to get a good business life. But more kind, benevolent, mercy, ഇതൊക്കെ ചന്ദ്രന്റെ കാരകത്വം. സോ ഹി വിൽ ബി ലഗ്നം ചന്ദ്രന്റെ രാശിയിലായതുകൊണ്ട് അപ്പോഴും there is a chance for cheating from others. So be careful എന്ന് അടുത്ത് പറയും. But according to traditional astrology, if the 10th lord is very powerful, even here and also here, the 10th lord is placed, it is a പോസിറ്റീവ് ഇൻഡിക്കേഷൻ ഓഫ് ബിസിനസ് ഗ്രോത്ത്. ചൊവ്വ നല്ല സ്ഥാനത്തിരുന്നാൽ അത് പോസിറ്റീവ് ഇൻഡിക്കേഷൻ ആണ്, പറയാനൊന്നുമില്ല. ആൻഡ് ഓൾസോ ചന്ദ്രനും ജാതകത്തിൽ ദുസ്ഥാനങ്ങൾ തട്ടാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഇൻഡിക്കേഷൻ ആണ്. അതെടുക്കുക. DNA പറഞ്ഞ മാതിരി നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി കെയർഫുൾ എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യേശ്വരായ നമഃ.